പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിശ്വാസം ഒരുതരം ഭ്രാന്താണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവവിശ്വാസം തന്നെയാണ്. ലോകത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ദൈവവിശ്വാസികളാണോ? ആ കണക്ക് എനിക്കറിയില്ല. പക്ഷേ വിശ്വാസികളുടെ എണ്ണം വലുതാണ്. അപ്പം വലിയ ഒരു സംഖ്യ ആളുകൾ ഇങ്ങനെ ഭ്രാന്ത് എടുത്തവരാണോ? അങ്ങനെ പറയുന്നത് അനൗചിത്യമല്ലേ? പക്ഷേ വിശ്വാസികളുടെ പ്രവൃത്തിയെ നമ്മൾ വീക്ഷിക്കുമ്പോൾ നമുക്കങ്ങനെ പറയേണ്ടി വരുന്നുണ്ട്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ ഗണപതി ക്ഷേത്രത്തിന് മുമ്പിൽ നിങ്ങളൊരു ഓരം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ മാന്യമായി വസ്ത്രം ധരിച്ച ഒരുപാട് ജെൻറ്റിൽ വിമൻ ആ തെരുവിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, അവിടെ ഉള്ളത് നിസ്സാരമായ ഒരു കല്ലിൽ തീർത്ത വിഗ്രഹമാണ്. അതിൻ്റെ മുമ്പിൽ എന്തിനാണ് ഈ മനുഷ്യർ ഇങ്ങനെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത്? ഇപ്പം ശബരിമലയായാലും ശരി, മെക്കയായാലും ശരി, സർവവ്യാപിയായ ദൈവത്തിൻ്റെ കുടിയിരിപ്പാണതൊക്കെ. പിന്നെ ഈ സർവവ്യാപി എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? ഒരു പ്രത്യേക പുഴയിൽ, നദിയിൽ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ചെയ്ത പാപങ്ങൾ തീരുമെന്ന ഒരു ധാരണ. ഇന്ത്യയിലെ ദരിദ്ര നിവാസികളായ ആളുകൾക്ക് എന്തു പാപമാണ് ചെയ്യാൻ സാധിക്കുക? ഇപ്പം ഞാൻ എന്നെ ഒരു പാപിയായി കണക്കാക്കുന്നതേയില്ല. കാരണം എനിക്കങ്ങനെ പാപം ചെയ്യാൻ സാധ്യമല്ല. 99% ആളുകൾക്കും പാപം, കുറ്റം ചെയ്യാൻ സാധ്യമല്ല എന്നിരിക്കെ ഈ പാപകൃത്യം നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നത് നമ്മളെ ഭയപ്പെടുത്താനും വശപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു കുറ്റവും ചെയ്യാതെ പാപിയായി മുദ്ര കുത്തപ്പെടുമ്പോൾ ഞാൻ അഭയം തേടാനായിട്ട് ദൈവത്തെയോ ദൈവസ്ഥാപനങ്ങളെയോ ആശ്രയിക്കും. അങ്ങനെ ആശ്രയിക്കപ്പെടുന്ന സ്ഥാപനങ്ങളുടെ വരുമാനത്തിൽ കണ്ണുവെച്ചുകൊണ്ട് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് തന്നെ അത് വ്യവസ്ഥാപിതമാക്കി മാറ്റിയെടുത്ത് അനേക ലക്ഷങ്ങളെ അവിടെ ആകർഷിക്കാനുള്ള പദ്ധതികൾ കാലാകാലങ്ങളിൽ അരങ്ങേറിയിട്ടുണ്ട്. മെക്ക, റോം, വാരാണസി ഇതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഈ ദൈവവിശ്വാസി ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യം, ഇപ്പം മെക്കയിലെ ദൈവത്തിന് എന്താണ് പ്രത്യേകത? മെക്കയ്ക്ക് എന്ത് പ്രത്യേകതയുണ്ട്? വാരാണസിക്ക് എന്ത് പ്രത്യേകതയുണ്ട്? പുത്തരിക്കണ്ടം മൈതാനം നമ്മൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് പാളയത്തിലേക്ക് പോവുകയാണെങ്കിൽ വലതുഭാഗത്താണ്, ഇടതുഭാഗത്ത് ഗണപതി ക്ഷേത്രം. ഈ രണ്ട് സ്ഥലത്തിനും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് വളരെ പണ്ട് വേശ്യാവൃത്തിയുടെ ഒരു കേളീഗ്രഹമാണത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വൈകുന്നേരമാകുമ്പോൾ സ്ഥിരം വേശ്യകൾ വന്ന് നിന്ന് അവരുടെ ഉപഭോക്താക്കളെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകും. അത് ഒരു തരം വ്യവസായമാണ്. നേരെ ഇപ്പുറത്ത് ഗണപതി കോയിൽ, അവിടെ ആൾ കൂടും. വന്നു നിന്ന് അവിടെ കാണിക്കുന്ന സർക്കസ് കണ്ട്
ഞാൻ പലപ്പോഴും ചിരിക്കാറുണ്ട്, അത് നോക്കി നിൽക്കാറുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ പോട്ടെ. എന്തിനാണ് ഒരു വിഗ്രഹത്തിന് പ്രത്യേകത ഉണ്ടാ എന്ന് കണക്കാക്കിക്കൊണ്ട് പ്രത്യേക ഒരു ദിവസം അനേക ലക്ഷങ്ങൾ ഒത്തുകൂടുന്നത്? ഈ ഭ്രാന്ത് പലതരത്തിലാണ്. അതവൻ്റെ മസ്തിഷ്ക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ തോത്, രീതി, ഭാവം ഇതൊക്കെ നമുക്ക് തിട്ടപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. ലോകത്തെ ഏത് തീർത്ഥാടന കേന്ദ്രം എടുത്ത് പരിശോധിച്ചാലും അശുദ്ധിയുടെയും അസൗകര്യങ്ങളുടെയും കേളി നിലമാണ്. ഇപ്പോൾ ശബരിമല, പണ്ട് അബു എബ്രഹാം പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്. എന്താണത്? പമ്പ വാസന. വാസന എന്ന അർത്ഥം തമിഴിൽ മണമെന്നാണ്. പമ്പയുടെ വാസന എന്താണത്? തീട്ടത്തിൻ്റെ വാസനയായിരുന്നു. ഒഴുകി വരുന്ന മലം രണ്ട് കൈകൊണ്ടും വരിഞ്ഞു മാറി മൂക്ക് പൊത്തി മുങ്ങിത്താഴുന്ന പ്രവൃത്തിയെ പണ്ട് അബൂ എബ്രഹാം കളിയാക്കിയത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട്. അതുപോലെയാണ് വാരാണസിയിൽ. നമ്മുടെ ഇന്ത്യക്കാർ ഈ അന്ധവിശ്വാസത്തെ മുറുകെ പിടിക്കാൻ മറ്റാരെക്കാളും മുമ്പിലാണ്. അപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹജ്ജിനായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ശരിയാകണമെന്നില്ല. അത്രയും അന്ധവിശ്വാസികൾ ഇവിടെ ഉണ്ട്, അവർക്ക് പണവുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഒരു യാത്ര പോകുന്നു, ഒരു സ്ഥലം സന്ദർശിക്കുന്നു, ആത്മതൃപ്തി കിട്ടുന്നു, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ വളരെയധികം ബദ്ധപ്പാടോടുകൂടി വളരെയധികം കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ചിലപ്പോൾ ജീവൻ തന്നെ അപകടപ്പെടുത്തത്തക്ക രീതിയിൽ ഈ ആൾക്കൂട്ടത്തിലേക്ക് എടുത്തു ചാടാനായിട്ട് മനുഷ്യർക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഇപ്പോൾ വാരാണസിയിലുണ്ടായ അപകടം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40ഓളം പേർ മരിച്ചു. വളരെ തിക്കും തിരക്കുമുണ്ടായിട്ട് സ്വയം നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത ആൾക്കൂട്ടം നിയന്ത്രണാധീനമാണ്. അതിനെ നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കഴിവതും ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുക, അതാണ് ഏറ്റവും ബുദ്ധിപരമായ നീക്കം. ആളങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് കൂടേണ്ട ആവശ്യം മനുഷ്യ ജീവിതത്തിൽ ഇല്ല. സ്കാറ്റേർഡായിട്ട് തന്നെ നമ്മൾ നിൽക്കണം. അത് ആരോഗ്യപരമായ കാരണങ്ങളായാലും ശരി, സാമ്പത്തികപരമായ കാര്യങ്ങളായാലും ശരി, പാരിസ്ഥിതികപര പ്രശ്നങ്ങളായാലും ശരി. അപ്പം അബൂ ഇബ്രാഹിം പറഞ്ഞത് നദിയിലൊഴുകുന്ന മലത്തിൻ്റെ കാര്യം. ആഹാരം കഴിച്ചാൽ രണ്ടിനും പോകണം. സ്ഥലമില്ലെങ്കിൽ നദിക്കരയിൽ പോവും, കഴുകാൻ വൃത്തിയുണ്ട്, സൗകര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ മഴയത്തും അല്ലാതെയും ഇത് ഒലിച്ച് പമ്പയിൽ തന്നെ പമ്പാ വാസന. നമ്മളെ കുരീപ്പുഴ ശ്രീകുമാർ പാടിയിട്ടുണ്ട് പമ്പാ വാസന എന്ന്. പമ്പാ വാസന. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, ദൈവത്തെ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾക്ക് ഒരു മൈൻഡ് സെറ്റാണത്. അങ്ങനെ ഒരു സാധനമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് വിളി കേൾക്കുന്നതുമല്ല. വിളി കേട്ട ചരിത്രം ഇന്നോളമില്ല. കാരണം അങ്ങനെ വിളി കേൾക്കാനായിട്ട് ഒന്നില്ല എന്നുള്ളതാണ്. സാമാന്യമായി ആലോചിച്ചാൽ തക്കലയ്ക്കും നാഗർകോയിലിനും ഇടയ്ക്ക് ഒരു ക്ഷേത്രമുണ്ട്, വഴിയോര ക്ഷേത്രമാണ്. അപ്പം ചെറുപ്പകാലത്ത് എനിക്കൊരു മോഹം, ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഒരുപാട് തെറി പറയുക. വളരെ പണ്ടാണ് ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഒരുപാട് തെറികൾ പറയും, എന്തെങ്കിലും സംഭവിക്കുമോ എന്നറിയാനായിട്ട്.
അപ്പോൾ വാഴ്ത്തുപ്പാട്ട് അതിന് ഗുണമുണ്ടെങ്കിൽ തെറിക്കും ഗുണമുണ്ടാകണമല്ലോ. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ ദൈവവിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന് എൻ്റെ നാട്ടിലെ പള്ളിയിലെ സ്വവർഗരതി, അതിൽ ബാഹബക്കായിട്ടുള്ള ആളാണ് ഞാൻ. ഉസ്താദ് വരെ ഇത്തരം കൃത്യങ്ങൾ ചെയ്യുമ്പോൾ ആ വിശ്വാസം നമ്മെ അലോരസപ്പെടുത്തും, നമ്മളിൽ ചോദ്യങ്ങൾ ഉയർത്തുമെന്നുള്ളതാണ്. ഇപ്പോൾ ശബരിമലയിലെ ഭണ്ഡാരം കാണിക്കവഞ്ചി എണ്ണുന്നവർ എന്തു വസ്ത്രം ധരിക്കണമെന്നും അവരെ എങ്ങനെ അകത്ത് കടത്തുമെന്നും പുറത്തു പോകുമ്പോൾ എങ്ങനെ വേണമെന്നും വിശ്വാസികളാണ്. ദൈവത്തിൻ്റേതാണ് പണമെന്നാണ് സങ്കല്പം. അങ്ങനെ സങ്കല്പിച്ചാണോ ദൈവത്തിന് പണമില്ലെങ്കിലും ആളുകൾ ഇടുന്നത്? അത് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ഒരാൾക്ക് തോന്നുന്നുവെങ്കിൽ അയാളുടെ വിശ്വാസത്തിൻ്റെ രൂഢമൂലത അല്ലെങ്കിൽ കാപണ്യം എത്രത്തോളം എന്ന് മനസ്സിലാക്കുക. ഒരു സ്ത്രീ എഴുതി ഞാൻ വായിച്ച കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യും. തവാഫ് ചുറ്റും നടക്കുക. അതൊരു വിഗ്രഹാരാധനയുടെ ഭാഗമായി തന്നെയാണ്. വിഗ്രഹാരാധന ഇല്ല എന്ന് പറയുന്ന ഇസ്ലാമിലെ തവാഫ് വിഗ്രഹ ആരാധനയുടെ ഒരു തെളിവാണ്. അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ പിറകെ ഒരു പുരുഷൻ അവരുടെ ഗുഹ്യഭാഗത്ത് തൊട്ടു എന്നാണ് പറയുന്നത്. ഞാൻ വായിച്ച റിപ്പോർട്ടാണ്. അയാൻ ഹിർഷി അലി പറഞ്ഞതായിട്ടാണ് എനിക്ക് ഓർമ്മ. അപ്പം ആ തവാഫ് ചെയ്യുന്ന ആളുടെ വിശ്വാസം നിങ്ങൾ നോക്കൂ. പരസ്ത്രീയെ കാണാൻ പാടില്ല, തൊടാൻ പാടില്ല. പക്ഷേ തെറ്റായ ഉദ്ദേശത്തോടു കൂടി തന്നെ തവാഫ് ചെയ്യുമ്പോൾ ഒരാൾ ചെയ്യുന്നുവെങ്കിൽ ഈ വിശ്വാസമെന്ന മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ കൂടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചേർന്നു വരും. ഇത് ഇംപ്യുവർ ആണ്, പ്യുവാരിറ്റി ഉള്ളതല്ല. കാണിക്കയിൽ മോഷണം. ഇപ്പം എത്രയോ അമ്പലങ്ങളിൽ, എത്രയോ പള്ളികളിൽ അതിൻ്റെ ഭാരവാഹികളെക്കുറിച്ച് എന്തെല്ലാം അഴിമതി കഥകൾ നമ്മൾ കേൾക്കുന്നു. ദേവസ്വം ബോർഡ്, വഖഫ് ബോർഡ്, ഇതിൻ്റെയൊക്കെ അഴിമതിയുടെ കണക്കുകൾ നിസ്സാരമേ അല്ല. അതിലൊക്കെ തലമൂത്ത സ്ഥാനീയരായ വിശ്വാസികളാണ് തലപ്പത്ത് വരുന്നത്. അവർക്ക് ഈ സാമ്പത്തിക തിരിമറി ചെയ്യാൻ അവരുടെ വിശ്വാസം ഒരിക്കലും തടസ്സമാകുന്നില്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് അന്ധമാണ്. ചിന്തിക്കാൻ പറ്റാത്ത മനസ്സിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ് വിശ്വാസം. വിശ്വാസി കുറേ ചിന്തിക്കുകയാണെങ്കിൽ അവൻ്റെ വിശ്വാസം എളുപ്പത്തിൽ നഷ്ടപ്പെടും. അങ്ങനെ ചിന്തിക്കാൻ പാകത്തിലുള്ളതല്ല ബഹുഭൂരിപക്ഷം ആളുകളുടെയും മസ്തിഷ്ക പ്രവർത്തന രീതി. കലാകാലങ്ങളിൽ അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. കാരണം ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പുരോഗമനമുണ്ട്. പ്രകൃതിയെക്കുറിച്ചും നമ്മെക്കുറിച്ചും അറിയാനുള്ള നമ്മുടെ കഴിവും നാം ആർജിച്ചു കൊണ്ടിരിക്കുന്ന അറിവിൻ്റെ വിപുലതയും നമ്മെ അതിൽ നിന്ന് അകറ്റുന്നത് കൊണ്ടാണ് മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഇന്ന് ദൈവീയ വിശ്വാസത്തിന് കൂട്ടം തട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കൂട്ടം തെറ്റാണ്. കൂട്ടത്തിൽ ചെന്ന് പെടൽ നല്ല കാര്യമല്ല. കൂട്ടമുണ്ടാകും. ബുദ്ധിഹീനരായ ആളുകൾ അനാവശ്യമായി കൂടും. അവിടെ ചെന്നിട്ട് ആ കൂട്ടത്തിൽപ്പെട്ട് ജീവത്യാഗം ചെയ്യാൻ നിങ്ങൾ എന്തു പാപമാണ് ചെയ്തത്? ഇപ്പോൾ വാരാണസിയിൽ ഒരു നദിയിൽ മുങ്ങിക്കുളിച്ചാൽ ചെയ്ത പാപം ഒക്കെ തീരുമെന്നാണ് കണക്ക്. ഒരു ശരാശരി ഇന്ത്യക്കാരന്
എന്തു പാപമാണ് ചെയ്യാൻ സാധിക്കുക? ഇപ്പോൾ യു പിയിലെ ഒരു കർഷകൻ, അവൻ ജീവിതം വളരെ പണിപ്പെട്ടാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവനോട് പറഞ്ഞു പഠിപ്പിക്കുകയാണ്, നീ ചെയ്യുന്നതിൽ പലതും പാപമുണ്ടത്. പാപം ചെയ്യാൻ അവനാവില്ല. അങ്ങനെയുള്ളവനോട് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ രാജ്യത്തെ ബക്രി വ്യവസായം, വലിയ വ്യവസായമാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാന നഗരങ്ങളുടെ മർമ്മഭാഗങ്ങൾ തന്നെ ഈ ഭക്തി വ്യവസായ കേന്ദ്രങ്ങളുടെ ഫാക്ടറികൾ അലോരസപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മേഖലയാകെ സ്തംഭിപ്പിക്കാൻ അവർക്ക് സാധിക്കും. ഒരു രാജ്യത്തെ സ്തംഭിപ്പിക്കാൻ അവർക്ക് സാധിക്കും. ഒരു ദിവസം വർഷത്തിലൊരിക്കൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങണ്ട എന്ന് തീരുമാനിക്കാൻ ഈ വിശ്വാസികൾക്കാവും. എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനാവും. അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമെങ്കിൽ വേണ്ടില്ല, വളരെ മലിനമായ പ്രദേശത്ത് വന്ന് ആഹാരം പാചകം ചെയ്യാനുള്ള ബുദ്ധി പൊങ്കാല. ലക്ഷക്കണക്കിന് ആളുകൾ വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വിശ്വാസം എന്നുള്ളത് അന്ധം എന്ന് മാത്രമല്ല, അത് അപകടം കൂടിയാണ്. അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണ്. തെരുവിൽ കലമിട്ട് അടുപ്പ് കൂട്ടി നിന്ന് പാചകം ചെയ്ത് ചൂടിൽ എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? തലം മുണ്ടനം ചെയ്ത് പുരുഷന്മാർ ഒറ്റ വസ്ത്രം മാത്രം, ഒറ്റ മുണ്ട് മാത്രം ധരിച്ച് ലക്ഷങ്ങൾ ചെലവാക്കിക്കൊണ്ട് ഭൂമിയിലെ ഒരു പ്രദേശത്ത് മെക്ക എന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ മെക്കയ്ക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? ഭൂമിശാസ്ത്രപരമായി എന്തെങ്കിലും പ്രത്യേകത ആ സ്ഥാനത്തുണ്ടോ, ആ സ്ഥലത്തുണ്ടോ? ഇല്ല. ഓരോ ഭൂപ്രദേശത്തിനും അതിൻ്റേതായ പ്രത്യേകത ഉള്ളതുപോലെ മെക്കയ്ക്കും ചില പ്രത്യേകതകൾ ഉണ്ടാകാം. അല്ലാണ്ട് കണ്ട് ഭൂമിയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വത്തിക്കാനോ മെക്കയ്ക്കോ യാതൊരു പ്രാധാന്യമുള്ളതായിട്ട് ഒരല്പം ചിന്തിച്ചാൽ മനസ്സിലാകും. അല്ലെങ്കിലും കടൽ താണ്ടി മക്കയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തിൻ്റെ വിവേചന ബുദ്ധി നിങ്ങൾ ആലോചിച്ചു. അവൻ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കട്ടെ, അവൻ യാത്ര ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ, മറ്റു സ്ഥലങ്ങളിലേക്ക് പോകട്ടെ. കാശ്മീരുണ്ട്, സ്വിറ്റ്സർലാൻഡുണ്ട്, സ്വീഡനുണ്ട്, അന്റാർട്ടിക്കയുണ്ട്. ഇപ്പോൾ അവൻ യാത്ര ചെയ്ത് അങ്ങോട്ട് പോട്ടെ. ഇതൊക്കെ വിശ്വാസം അന്ധമാകുമ്പോൾ അന്ധന്മാർ ആനയെ കാണുന്നതാണ് ഇത്തരം പ്രവൃത്തികളുടെ നിദാനം എന്നുള്ളത്. അതുകൊണ്ട് പാവപ്പെട്ട ആളുകളുടെ ജീവൻ പൊലിയുമ്പോൾ നമുക്കതിൽ വളരെ സങ്കടം തോന്നുന്നുണ്ട്. അനാവശ്യമായി കൂട്ടത്തിൽ ചെന്ന് ചാടി തിക്കിലും തിരക്കിലും പെട്ട് മാന്യമായി ഒന്ന് മരിക്കാൻ പോലും ആകാതെ ആളുകൾ ഈ മരണപ്പെട്ടു പോകുന്നതിലുണ്ടാകുന്നൊരു വ്യഥ ഞാനിവിടെ പങ്കുവയ്ക്കുക. കഴിവതും പരമാവധി ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുക. ആൾക്കൂട്ടം അശാസ്ത്രീയവും അപകടകരവും ഒഴിവാക്കപ്പെടേണ്ടതുമാണ്. അത് പാർട്ടി സമ്മേളനമായാലും ശരി, മതക്കൂട്ടങ്ങളായാലും ശരി, മറ്റേതു തരം കൂട്ടങ്ങളായാലും ശരി. കല്യാണത്തിന് 10-40 ആളുകൾ പങ്കെടുത്താൽ മതിയെന്ന് എല്ലാ പുരോഹിതന്മാരും, പണ്ടേകാലത്തെ പുരോഹിതന്മാർ, പ്രവാചകന്മാർ, നാരായണ ഗുരു ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ്. ആൾക്കൂട്ടം ആപത്താണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. പക്ഷേ അത് ചിന്തിക്കാനുള്ള ബുദ്ധി വിശ്വാസിക്കില്ലാതെ പോകുന്നത് അവൻ അന്ധവിശ്വാസി ആയതുകൊണ്ടാണ്. മതവിശ്വാസി അന്ധവിശ്വാസി തന്നെയാണ്.
പറയുന്ന ഞങ്ങളോട് മെക്കിട്ട് കയറിയിട്ട് കാര്യമേയില്ല. അല്ലെങ്കിൽ താങ്ങാനൊക്കാത്ത രീതിയിൽ ആൾക്കൂട്ടം ഒരു പ്രദേശത്ത് വരികയും തിക്കിലും തിരക്കിലും പെട്ട് സ്വജീവൻ നഷ്ടപ്പെടുത്താൻ പാകത്തിൽ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും രൂപ ചിലവാക്കി ആളുകൾ അവിടെയൊക്കെ പോകേണ്ടതുണ്ടോ? വിശ്വാസികൾ ചിന്തിക്കുന്ന കാലം വരും. പുതിയ തലമുറ അങ്ങനെ ചിന്തയുടെ ഭാഗത്തേക്ക് വരുമെന്നാണ് എൻ്റെ പ്രത്യാശ. ഈ സ്ഥാപനങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ കൊടുമ്പിരി കൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ട് തങ്ങളുടെ സ്ഥാനമുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അപകടപ്പെടുന്നത് മനുഷ്യൻ്റെ സാമ്പത്തിക അവസ്ഥയും ചിലപ്പോൾ അവൻ്റെ ജീവനുമാണ്. അപ്പോൾ ദൈവവിശ്വാസം അന്ധവിശ്വാസം മാത്രമല്ല, അപകടകരം കൂടിയാണ്. ഒന്നുകൂടെ പറയാം, ദൈവവിശ്വാസം അന്ധവിശ്വാസം മാത്രമല്ല, അപകടകരം കൂടിയാണ്. അപകടങ്ങൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സൂക്ഷിക്കൂ, വേണോ എന്ന് ചിന്തിക്കൂ. ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറ വളർന്നു വരട്ടെ. നന്ദി.